ഒരു ഡേ മൊത്തം പ്രൊഡക്റ്റീവായിട്ട് ഓടാനുള്ളതല്ലേ. അപ്പോൾ അതിനാവശ്യമായ ചില പൊടിക്കൈകളൊക്കെ ചെയ്തുകൊണ്ടാണ് കേട്ടോ തളരരുത് രാമൻകുട്ടി എന്ന മട്ടിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പാഠമാണ് കേട്ടോ. നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുക, നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുക, അതിലും വലിയൊരു സമ്പത്ത് വേറെയില്ല. ഒരു ആയുഷ്കാലം മൊത്തം നമ്മുടെ കൂടെ കാണേണ്ടത് നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യമൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടത് കെയർ കൊടുത്തിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. പിള്ളേർ എണീറ്റിട്ടില്ല. അപ്പോൾ ഒരു കപ്പ് ഓഫ് ടീയിൽ ഞങ്ങൾ ദിവസം തുടങ്ങുകയാണ്. ഉച്ചയ്ക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി. കടല നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ. അത് കറിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടല കുക്കറിൽ ഇരിക്കുന്ന സമയം കൊണ്ടാണ് ഞാൻ ആ ചായ കുടിച്ച് തീർക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എബ്രൂസ് എണീറ്റു കേട്ടോ. പിന്നെ അവന് കുറച്ച് വാശികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി പിന്നെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി. അപ്പം ഇതിനുള്ള മാവ് വേണ്ടത്ര രീതിയിൽ കാര്യമായിട്ട് പൊങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു കറിയാക്കി വേഗം തന്നെ അത് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കുമാണ് കേട്ടോ അച്ഛൻ പോകാനായിട്ട് ഒരുങ്ങിയത്. അപ്പോൾ ഒരാൾ നേരത്തെ റെഡിയായിട്ട് നിൽക്കുകയാണ്. പപ്പയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞ് അവൻ വണ്ടിയിൽ കയറി സ്ഥാനം പിടിച്ചു. പിന്നെ ഒരു മല്ലയുദ്ധമായിരുന്നു അവനെ ഒന്ന് മാറ്റിയെടുത്തത്. അങ്ങനെ ആൾ ഭയങ്കര വിഷമത്തോടെ കണ്ടിരിക്കുകയാണ്. ഇനി ശനിയാഴ്ച അച്ഛൻ വരത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് വാശിയും സങ്കടമൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറേ നേരം അവനെയൊക്കെ മടിയിലിരുത്തിയിട്ട് അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് കേട്ടോ അടുക്കളയിലേക്ക് പോയത്. അങ്ങനെ അവസാനം ചെക്കൻ എൻ്റെ ട്രാക്കിലായി. അങ്ങനെ ഒറ്റയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടായി എണീറ്റിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടായി എണീറ്റ് വന്നു കേട്ടോ. പിന്നെ ആൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഭയങ്കര ബഹളമൊക്കെ കേട്ടു. അപ്പോൾ നോക്കിയപ്പോഴേക്കും ആദപ്പനെ സ്കൂളിൽ കഴിഞ്ഞ ദിവസം യോഗാ ദിനത്തോടനുബന്ധിച്ച് കുറച്ച് യോഗയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ കണ്ടു നിന്നു. കാരണം അവനെക്കൊണ്ടാവുന്നില്ലായിരുന്നു, ആദ്യമായിട്ട് ചെയ്യില്ല, അവൻ കുട്ടിയുമാണല്ലോ. എന്നാലും അവനത് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത് എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷമായിരുന്നു. മെൻ്റൽ ഹെൽത്താണ് മുഖ്യമെന്ന് മനസ്സിലായ സമയം മുതലാണ് ഞാനൊന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതിനിടയിൽ ചെറിയ പിണക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഞങ്ങൾ സെറ്റായി. നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കെയർ ചെയ്യാനും നമ്മളെക്കാൾ വേറൊരാളുമില്ല. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയെ മറക്കാതിരിക്കാമെന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ.